24 ബ്രേക്കിംഗ് വാർത്ത. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക നഴ്സസ് സമരത്തിലേക്ക്. ആവശ്യത്തിന് നഴ്സസ് ഇല്ലാത്തതുകൊണ്ട് 24 മണിക്കൂർ ഡ്യൂട്ടി എടുക്കേണ്ട അവസ്ഥയാണെന്ന് ഇവരുടെ ആരോപണം. അത്യാഹിത വിഭാഗങ്ങളിൽ പോലും ആവശ്യത്തിന് ജീവനക്കാരില്ല. ആശുപത്രിയുടെ പോലും സൗകര്യമില്ലാതെയാണ് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നതെന്ന് INTUC അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം TA റജി 24നോട് പറഞ്ഞു. ആ പ്രതികരണം ആദ്യം ഒന്ന് കാണാം. നമ്മുടെ ബെഡ് സ്ട്രെങ്തിനനുസരിച്ച് ആനുപാതികമായി നേഴ്സുമാരുടെയും സപ്പോർട്ടിംഗ് ജീവനക്കാരുടെയും എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നാളിതുവരെ ഒരു തീരുമാനവും എടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. രാവിലെ ഡ്യൂട്ടിയിൽ കയറേണ്ട ഒരു നേഴ്സ് അവർ ഡ്യൂട്ടിയിൽ കയറിയാൽ പിറ്റേ ദിവസം രാവിലെ വരെ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു പ്രയാസം അനുഭവിക്കുകയാണ്. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു ജീവനക്കാരിയിൽ നിന്ന് ഒരിക്കലും മേന്മയുള്ള സേവനം ലഭ്യമാവില്ല. അത് പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഈ മേഖലയിൽ മതിയായ ജീവനക്കാരെ നിയമിക്കുകയാണ് വേണ്ടത്. വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം തത്സമയം ചേരുന്നു. കാളിദാസൻ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? SKN മാനന്തവാടി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക നഴ്സുമാർ അനുഭവിച്ചു വരുന്ന പ്രതിസന്ധി അധികൃതർ മുഖവുരയ്ക്ക് എടുക്കേണ്ടത് തന്നെയാണ്. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ മതിയായ സ്റ്റാഫുകളില്ല, മതിയായ ജീവനക്കാരില്ല, മതിയായ ശുചീകരണ തൊഴിലാളികളില്ല എന്നുള്ളതും കൂടിയാണ് INTUC അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം TA റജി 24നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി അത്യാധുനിക സംവിധാനങ്ങൾ അടക്കം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് ഈ അടുത്ത കാലത്തായി, നമ്മൾ ഏറ്റവും അടുത്തായി തന്നെ പുതിയ CT സ്കാൻ മെഷീൻ അടക്കം എത്തിച്ചത് നമ്മൾ വാർത്ത നൽകിയത്. അത്തരത്തിലുള്ള മെഷീനുകൾ എത്തിച്ചിട്ടെങ്കിൽ പോലും അത് പ്രവർത്തിപ്പിക്കാനുള്ള വൈദഗ്ധ്യമുള്ള ജീവനക്കാർ അവിടെ ഇല്ല എന്നുള്ള തരത്തിലുമൊക്കെ തന്നെയാണ് TA റജി, INTUC നേതാവായിട്ടുള്ള TA റജി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത സമരത്തിലേക്ക് നീങ്ങാൻ പോകുന്നു ഇവർ എന്നുള്ളതാണ്. നിലവിൽ അവർ സമരത്തിലാണ്. ഈ ആവശ്യങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ട് അവർ കൃത്യമായി തന്നെ അധികൃതരോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതിന് കൂടുതലുള്ള നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നും കൂടി മനസ്സിലാക്കുന്നു. അതായത് ഒരു ആശുപത്രിയിൽ ഒരു രോഗിക്ക് ഒരു നേഴ്സ് എന്നുള്ള അനുപാതത്തിലാണ് എപ്പോഴും സ്റ്റാഫുകൾ വേണ്ടത്. എന്നാൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ 14 രോഗികൾക്ക് ഒരു നേഴ്സ്, അല്ലെങ്കിൽ ICUയിലൊക്കെ 17 പേർക്ക് 14 പേർക്ക് ഒരു നേഴ്സ് എന്നുള്ള തരത്തിലാണ് 24 മണിക്കൂർ ഡ്യൂട്ടി എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്യൂട്ടി സമയവും ജീവനക്കാരുടെ ലഭ്യതക്കുറവുമൊക്കെ ചികിത്സാ പിഴവിലേക്ക് തന്നെ നയിച്ചേക്കാം എന്നുള്ളതും കൂടിയാണ് INTUC നേതാവ് നമ്മളോട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ കടുത്ത സമരങ്ങളിലേക്ക് പോവുകയാണ്. ഉടനെ തന്നെ അധികൃതർ അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ തൊഴിലാളികളെ എല്ലാം കൂടി ഏകോപിപ്പിച്ച് വലിയ സമരത്തിലേക്കൊക്കെ തന്നെ നീങ്ങുമെന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. SKN. കാളിദാസൻ ദേവദത്തമാണ് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.